JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമാ വിവാദത്തിനിടെ ഒരു കൗതുകമുള്ള വാർത്ത വരുന്നുണ്ട്. സെൻസർ ബോർഡിനോട് ദൈവങ്ങളുടെ പട്ടിക നൽകാൻ ആവശ്യപ്പെട്ട വിവരാവകാശ അപേക്ഷ. ആൺ ദൈവങ്ങളുടെയും പെൺ ദൈവങ്ങളുടെയും പട്ടിക വേണമെന്നാണ് ആവശ്യം. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനാണ് വിവരാവകാശ അപേക്ഷ നൽകിയത്. തന്റെ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പേരിടുമ്പോൾ ജാഗ്രത പുലർത്താൻ വേണ്ടിയാണ് പട്ടികയെന്ന് ഹരീഷ് പറഞ്ഞു. ലേപി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ലേപി സജീന്ദ്രൻ. ശരിക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടോ? അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ സിനിമ എടുക്കുന്നുണ്ടോ അതോ വിവാദത്തിനിടെ ദൈവങ്ങളുടെ പട്ടിക അത് സെൻസർ ബോർഡിന്റെ മുംബൈ ഓഫീസിലുള്ളവർക്ക് അത് പ്രശ്നമാണെങ്കിൽ ആ പട്ടിക തന്നാൽ ആ പട്ടികയിലെ പേരൊക്കെ ഒഴിവാക്കി കഥാപാത്രങ്ങളെയൊക്കെ എഴുതി തയ്യാറാക്കാനാണോ പദ്ധതി? സുജിയ, ഹരീഷ് വാസുദേവൻ സിനിമ എടുത്താലും ഇല്ലെങ്കിലും ഇത് വളരെ കൗതുകമുള്ള ഒരു വിവരാവകാശ അപേക്ഷ തന്നെയാണ്. ഇന്ന് സെൻസർ ബോർഡ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് പ്രദർശനാനുമതി നൽകുമോ എന്നുള്ള കാര്യം അറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. ഇന്ന് അതിന്റെ പ്രദർശനാനുമതി ലഭിച്ചേക്കും വൈകുന്നേരത്തോടുകൂടി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം. ഏതായാലും ഇന്ന് 10 മണിയോടുകൂടി അതിന്റെ പുതുക്കിയ പകർപ്പ് കൊടുക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം കൗതുകമുള്ളൊരു വിവരാവകാശ അപേക്ഷ മുംബൈയിലെ സെൻസർ ബോർഡിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. സെൻസർ ബോർഡിന്റെ കയ്യിലുള്ള ദൈവങ്ങളുടെ പട്ടിക വേണമെന്നാണ് വിവരാവകാശത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹരീഷ് വാസുദേവൻ. ഇതിൽ ആൺ ദൈവങ്ങൾ എത്ര, പെൺ ദൈവങ്ങൾ എത്ര, താൻ തുടങ്ങാനിരിക്കുന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തിന് പേരിടാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ബലാത്സംഗത്തിന് ഇരയാകുന്ന ഈ കേന്ദ്ര കഥാപാത്രത്തെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ വില്ലനായി വരുന്നൊരു കഥാപാത്രവുമുണ്ട്. ആ കഥാപാത്രത്തിനും പേര് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏത് പേര് നൽകണം എന്ന് തീരുമാനിക്കാനാണ്, നിയമപരമായ പരിരക്ഷ കിട്ടാനാണ്, നിയമക്കുരുക്കൊന്നുമില്ലാതെ സിനിമ പൂർത്തിയാക്കാനാണ് എന്ന് വിവരാവകാശത്തിൽ പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഹരീഷ് വാസുദേവന്റെ ഈ നീക്കം ഇന്ന് എല്ലായിടത്തും ചർച്ചയാകും. എനിക്ക് തോന്നുന്നു ട്രോളോട് ട്രോളായിരിക്കും. കാരണം സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകാൻ സാധ്യതയുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലേബി പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പേരിട്ടോട്ടെ എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങളൊരു പേര് പറയൂ, അത് ഞാനിടാം എന്ന രീതിയിലുള്ള ഒരു അപേക്ഷയായി പോയി ഇതല്ലേ ലേബി? ശരിക്കും സുജിയ, കാരണം എനിക്കൊരു പേരിടാനുണ്ട്. എൻ്റെ ഒരു സിനിമയ്ക്ക് തുടങ്ങാനിരിക്കുന്ന എൻ്റെ ഒരു സിനിമയ്ക്ക് പേരിടാനുണ്ട്, കേന്ദ്ര കഥാപാത്രത്തിന് പേരിടാനുണ്ട്. അതിൽ ആ കേന്ദ്ര കഥാപാത്രമായ സ്ത്രീ ബലാത്സംഗത്തിന് ഇരയാകുന്നുണ്ട്. അതുകൊണ്ട് ആ കഥാപാത്രത്തിന് ഏത് പേരിടണം? ഇനി ഏതെങ്കിലും പേര് താൻ ഇട്ടതുകൊണ്ട് പിന്നീട് അത് നിയമക്കുരുക്കിലേക്ക് പോകാനാകില്ല. അത് മാത്രമല്ല, സെൻസർ ബോർഡ് അതിൽ കത്രിക വയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് മുന്നേ കൂട്ടി ഇത്തരം നിയമപ്രശ്നമൊന്നും ഇല്ലാതിരിക്കാനായി അങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ കയ്യിലുള്ള പട്ടിക ഇങ്ങ് തരിക. സ്ത്രീ ദൈവങ്ങളുടെ പട്ടിക വേണം, പുരുഷ ദൈവങ്ങളുടെ പട്ടിക വേണം. ആ പട്ടികയിൽ നിന്നുള്ള പേരൊക്കെ ഒഴിവാക്കി വേണം തനിക്ക് കഥാപാത്രത്തിന് പേരിടാനെന്നാണ് ഹരീഷ് വാസുദേവൻ ഇപ്പോൾ വിവരാവകാശ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. വിവരാവകാശ അപേക്ഷ ഇതിൽ എനിക്കൊരു സംശയം ഇപ്പോൾ ഉണ്ടായതാണ് കേട്ടോ. അതായത് ഈ ബലാത്സംഗത്തിനിരയാകുന്ന സ്ത്രീ കഥാപാത്രത്തിന് ഈ ഹിന്ദു ദൈവത്തിന്റെ പേര് തന്നെ ഇടണമെന്ന് എന്താ നിർബന്ധം എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും പേരിട്ടാൽ പോരെ? അപ്പോൾ ഈ പേര് തന്നെ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അങ്ങനെയുള്ള ഒരു കുറിക്ക് കൊള്ളുന്ന രീതിയിൽ ഒന്ന് സെൻസർ ബോർഡിനെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു വിവരാവകാശ അപേക്ഷയായി വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം അല്ലേ? സ്വാഭാവികയും സുജിത, രണ്ട് കാര്യമുണ്ട് സുജയ് ചോദിച്ചതിൽ. ഏത് പേരിടണം എന്നുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ പെടുന്നെങ്കിൽ പോലും ഹരീഷ് വാസുദേവന്റെ ഈ കേസിൽ അത് സിനിമ എടുക്കാൻ തന്നെയാണോ അതോ നന്നായി ഈ അവസരത്തിൽ ഒന്ന് ട്രോൾ ചെയ്താവാനാണ് വഴി? ഏതായാലും സെൻസർ ബോർഡിന്റെ ഇപ്പോഴത്തെ ഈ നിലപാടൊക്കെ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കോടതിയിൽ കൗണ്ടർ അഫിഡവിറ്റ് വന്നിരുന്നല്ലോ സുജയ്, എനിക്ക് തോന്നുന്നത് ഹരീഷ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ അഫിഡവിറ്റിൽ ഇത്തരത്തിൽ രാമായണത്തെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നല്ലോ അവരുടെ എതിർ സത്യവാങ്മൂലം സെൻസർ ബോർഡിന്റെ ഹൈക്കോടതിയിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞ വാചകങ്ങളിലൊക്കെ ആയിരിക്കണം ഹരീഷിനെ ഇത്തരത്തിൽ ചിന്തിപ്പിച്ചത്. അതേ തുടർന്ന് തന്നെ ആയിരിക്കണം ഇത്തരത്തിൽ സെൻസർ ബോർഡിനെ ട്രോളിക്കൊണ്ട് ഒരു വിവരാവകാശ അപേക്ഷ ഇപ്പോൾ സെൻസർ ബോർഡിന്റെ ആസ്ഥാനത്തേക്ക് വിട്ടിരിക്കുന്നത്. സുജിയ, ഓക്കെ, നമുക്ക് എന്തായാലും കുറെ സന്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. താങ്ക് യു ലേപി സജീന്ദ്രൻ.